പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ഈ ആരാധനയുടെ തിരുമണിക്കൂറിൽ നമുക്ക് ഒന്നു ചേരുവാനായിട്ട് തമ്പുരാൻ നമ്മെ അനുവദിച്ചതിനെയോർത്ത് നമുക്ക് നന്ദി പറയാം. ഈ പരിശുദ്ധമായ ഈ സമയത്ത് നമ്മുടെ സൃഷ്ടാവും നമ്മുടെ മുഖം പ്രകാശിപ്പിക്കുന്നവരുമായ ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. നമ്മുടെ ഹൃദയങ്ങളിൽ ഒരുപാട് നന്ദിയോടുകൂടി നമുക്ക് ഈ സമയത്ത് ആയിരിക്കാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കാം. നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ നൽകിയ അനുഗ്രഹങ്ങളുടെ നീണ്ട നിര നമുക്കറിയാമല്ലോ. ആ നീണ്ട നിരകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ദുഃഖങ്ങളും വേദനകളും കുറവുകളും സങ്കടങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു വരുന്നുണ്ടാവാം. എങ്കിലും അതെല്ലാം അവിടുന്ന് നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു പൂർണ്ണമായ സമാധാനം, പൂർണ്ണമായ ഐശ്വര്യം നമ്മിലേക്ക് സമൃദ്ധമായി ചുരുക്കുകയും ചെയ്യുന്ന ഏറ്റവും പരിശുദ്ധമായ സമയത്താണ് നമ്മളായിരിക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് സ്നേഹപൂർവ്വം അദ്വീപികാരുണ്യത്തെ ഒരിക്കൽ കൂടി പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റുപറഞ്ഞ് നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 34 ദാവീദ് രാജാവ് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച വലിയ വേദനകളെയും പ്രതിസന്ധികളെയും കുറിച്ച് പറയുകയാണ്. എന്നാൽ ആ വലിയ വേദനകളുടെ നടുവിലും അവൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവൻ പറയുന്നു, ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. എൻ്റെ എല്ലാ ഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ വിടുവിച്ചു. തുടർന്ന് ദാവീദ് നമ്മോട് ഒരു വലിയ സത്യം പറയുന്നു, അവനെ നോക്കിയവർ പ്രകാശിച്ചു, അവരുടെ മുഖം ലജ്ജിച്ചില്ല. സങ്കീർത്തനം 34:5. അവനെ നോക്കിയവർ പ്രകാശിച്ചു, അവരുടെ മുഖം ലജ്ജിച്ചില്ല. പ്രിയ സഹോദരങ്ങളെ, ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് നയിക്കുന്നതിന് കാരണമായി തീരട്ടെ. ഏറ്റവും വലിയ വേദനകളിലൂടെയും സങ്കടങ്ങളിലൂടെയും കടന്നുപോയ ദാവീദ് രാജാവ് പറയുന്നൊരു കാര്യം ഇതാണ്, അവനെ നോക്കിയവർ പ്രകാശിച്ചു. യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട് ഇതുപോലെ തന്നെ ഒരു വചനം. നമ്മുടെ ജീവിതത്തിൽ ഈ വചനം വലിയൊരു ആശ്വാസവും വലിയൊരു പ്രത്യാശയും നൽകുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് തവണ നമ്മുടെ നിരാശയിലേക്ക് നമ്മൾ പോയിട്ടുണ്ടാവാം. നമ്മുടെ സ്വപ്നങ്ങൾ തകർന്നു പോയപ്പോൾ പലപ്പോഴും നമ്മൾ ലജ്ജിച്ചിട്ടുണ്ടാവാം. ആളുകളുടെ മുമ്പിൽ നമുക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വന്ന നിമിഷങ്ങളുണ്ടാവാം. എന്നാൽ ദാവീദ് രാജാവിൻ്റെ ആ വചനം പ്രത്യേകമായി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അവരെ നോക്കിയവർ പ്രകാശിച്ചു, അവരുടെ മുഖം ലജ്ജിച്ചില്ല എന്നുള്ളതാണ്. സമൂഹത്തിൽ ഒരുപക്ഷെ നമ്മുടെ സ്വപ്നങ്ങൾ തകർന്നു പോയി അപമാനഭാരത്താൽ നമ്മൾ തലകുനിച്ച് നിൽക്കേണ്ട സമയത്തും ഈ വചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ ഓടി വരട്ടെ. പരീക്ഷകളിൽ പരാജയപ്പെടുമ്പോഴോ, നമ്മൾ ഉദ്ദേശിച്ച ജോലി നമ്മൾ കിട്ടാതെ വരുമ്പോഴോ, ഉയർന്ന ഒരു സാമ്പത്തികമായ ഭദ്രതയിലേക്ക് നമുക്ക് വരാൻ സാധിക്കാതെ വരുമ്പോഴോ ഒക്കെ പലപ്പോഴുമൊക്കെ നമ്മൾ സമൂഹത്തിന് മുമ്പിൽ പോലും ചിലപ്പോൾ ഇങ്ങനെ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നുണ്ട്. ഈശോ നമ്മെ നോക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ പാപങ്ങളെയും കുറവുകളെയും പരിഗണിക്കുന്നില്ല എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. നമ്മുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന നന്മയെയും നമ്മൾ കടന്നു പോകുന്ന വേദനകളെയും അവിടുന്ന് കാണുന്നുണ്ട്. ഈ രണ്ട് കാര്യം ഈശോ കാണുന്നു. നമ്മുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന നന്മ, ചിലപ്പോൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുത്തതുകൊണ്ടായിരിക്കാം, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നിലനിന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മൾ അപമാനഭാരിതരായി തീർന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമുക്ക് സാമ്പത്തികമായ നഷ്ടമുണ്ടായത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യരായി തീർന്നത്. എങ്കിലും നല്ല തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന നന്മയെയും നമ്മൾ കടന്നു പോകുന്ന വേദനകളും ഇവിടുന്ന് കാണുന്നുണ്ട്. ഈശോയുടെ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശം പോലെ കടന്നു വരും. ആ പ്രകാശം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഇരുട്ടുകളെയും നീക്കി നമ്മുടെ മുഖം പ്രകാശിപ്പിക്കും. അങ്ങനെ നമ്മെക്കുറിച്ച് കരുതിയിരുന്ന എല്ലാ ചിന്തകളും മറ്റുള്ളവരുടെ ആ തെറ്റിദ്ധാരണകളെപ്പോലെ തമ്പുരാൻ മാറ്റിയെടുക്കും. അത് മാറ്റിയാലും മാറ്റിയില്ലെങ്കിലും നമ്മുടെ മുഖം പ്രകാശിക്കാനായിട്ട് തമ്പുരാൻ്റെ വലിയ പ്രകാശം
നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സാധിക്കും. ഈ ലോകം നമ്മൾ എങ്ങനെ വിലയിരുത്തിയാലും ഈശോയുടെ മുമ്പിൽ നമ്മളെപ്പോഴും വിലയുള്ളവരാണ്. അവിടുത്തെ സ്നേഹം നമ്മുടെ ലജ്ജയെ മാറ്റി നമ്മളെ കൂടുതൽ സന്തോഷിപ്പിക്കും. കാരണം നമ്മുടെ കണ്ണുനീർ കാണാനായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഹൃദയത്തിലെ ഒരു ചെറിയ വേദന പോലും തമ്പുരാൻ മനസ്സിലാക്കുന്നുണ്ട്. എപ്പോഴും ആരാധനയെ നമ്മൾ ഈശോയുടെ സ്വരം ശ്രവിക്കുന്നതാണ്. നിങ്ങൾ തനിച്ചല്ല. നമ്മെ ആശ്വസിപ്പിക്കുവാനും നമ്മുടെ കൂടെ നടക്കുവാനും നമ്മുടെ വേദനകളിൽ വചനം പങ്കുവച്ചുകൊണ്ട് ഹൃദയത്തെ ജ്വലിപ്പിക്കുവാനും അപ്പം മുറിച്ചുകൊണ്ട് നമ്മുടെ കണ്ണുകളെ തുറപ്പിക്കുവാനും ഈശോ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ആ ഈശോ നമ്മുടെ കണ്ണുനീർ കാണുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. നമ്മുടെ ഹൃദയത്തിലെ വേദന അവിടെ നിന്ന് അറിയുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. ഈ വേദനകളുടെ നടുവിലും അവിടുത്തെ സ്നേഹം നമ്മെ മുറുകെ പിടിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക ചെയ്യേണ്ടത്. ഈ നിമിഷം നമ്മുടെ ജീവിതത്തിലെല്ലാ നിരാശജനകമായ കാര്യങ്ങളെയും ലജ്ജകളെയും അവിടുത്തെ കാലത്ത് നമുക്ക് സമർപ്പിക്കാം. അപ്പോൾ അവിടെ നമ്മെ സൗഖ്യമാക്കുകയും ഒരു പുതിയ ജീവിതം നമുക്ക് നൽകുകയും ചെയ്യും. നമ്മളെല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. രോഗങ്ങളെ വേദനിക്കുന്നവർ, ഹൃദയത്തിൽ മുറിവേറ്റവർ, ഒറ്റപ്പെട്ടു പോയവർ, അപമാനഭാരത്താൽ പുറത്തിറങ്ങാൻ നടക്കാൻ സാധിക്കാത്തവർ, തെറ്റിദ്ധാരണ പേരിൽ അപമാനിക്കപ്പെട്ടവർ, ഇങ്ങനെ കുറേ പേര് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവരെല്ലാം നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിലോട് ചേർത്ത് വയ്ക്കാം. ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. ഈശോയുടെ സ്നേഹം എപ്പോഴും അനുഭവിക്കുവാൻ അതിന് വലിയൊരു കൃപ നമുക്ക് ആവശ്യമാണ്. ആ കൃപയ്ക്കായി പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ മാധ്യസ്ഥം നമുക്ക് തേടി പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, എപ്പോഴും ഞങ്ങൾക്ക് മധ്യസ്ഥയായി കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. തൻ്റെ മകൻ കാൽവരിയിലേക്ക് കുരിശും ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഒരുപക്ഷെ ആ സമൂഹത്തിന് മുമ്പിൽ തൻ്റെ അമ്മ, പരിശുദ്ധ അമ്മ, അപമാനഭാരത്താൽ തലകുനിച്ച് നിൽക്കേണ്ടവളായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നതിനാൽ തൻ്റെ തിരുക്കുമാരൻ്റെ കുരിശിൻ്റെ വഴിയിലൂടെ അവളും യാത്രയായി എന്നുള്ളതാണ്. അതൊരു അപമാനത്തിൻ്റെ ഒരു ചിഹ്നമായിട്ടല്ല പരിശുദ്ധമ്മ മനസ്സിലാക്കിയത്. അതുപോലെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിലെ നന്മയെ നഷ്ടപ്പെടുത്താതെ നമുക്കും ഈ ക്രൂശിൻ്റെ വഴിയിലൂടെ സ്നേഹത്തോടെ മുന്നോട്ട് പോകാം. പലപ്പോഴും അതൊരു വേദനയുടെയും സങ്കടങ്ങളുടെയും കുറവുകളുടെയും ഒക്കെ കാര്യമെന്ന് നമുക്ക് തോന്നുമെങ്കിലും, ഈ ലോകത്തിൻ്റെതായ ചിന്തകൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തോന്നുമെങ്കിലും, ഈശോയുടെ വലിയ സ്നേഹത്തിലേക്ക് ചേർന്ന് നമുക്ക് പോകാം. വലിയ സ്നേഹത്തോടെ, തികഞ്ഞ വിശ്വാസത്തോടെ, പൂർണ്ണമായ സന്തോഷത്തോടെ നമ്മുടെ നിയോഗങ്ങളെ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കാം. അവിടെ നമ്മെ കരുതുന്നുണ്ട്, അവിടെ നമ്മെ സ്നേഹിക്കുന്നുണ്ട്, അവിടെ നമ്മെ തൻ്റെ മാറോട് ചേർത്ത് പിടിക്കുന്നുണ്ട്, കൂടെ നടക്കുന്നവനാണ് ഈശോ. വെറുതെ കൂടെ നടക്കുന്നവനല്ല. നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ട്, വചനം പറഞ്ഞുകൊണ്ട്, അതായത് ഈശോ തന്നെ വചനമാകുന്ന ഈശോയാണ് കൂടെ നടക്കുന്നത്. ഒപ്പം അവൻ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹൃദയത്തെ ജ്വലിപ്പിക്കുന്നുണ്ട്. വീണ്ടും അവൻ അപ്പം മുറിച്ചുകൊണ്ട് കണ്ണ് തുറക്കുന്നുണ്ട്. ഈശോയുടെ ഈ പരമമായ സാന്നിധ്യത്തെ തിരിച്ചറിയുന്ന ഈ ആരാധനയുടെ പുണ്യ നിമിഷത്തിലും നമുക്കും ആ ഒരു പ്രാർത്ഥനയിലായിരിക്കാം, സ്നേഹപൂർവ്വമായിരിക്കാം. ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ നിയോഗങ്ങളുമേലും തമ്പുരാൻ്റെ വലിയ കുറവുകളുണ്ടായിരിക്കട്ടെ. എല്ലാ രോഗികളെയും, മരണാസന്നരായിരിക്കുന്ന രോഗികൾ, ആശുപത്രികളിലായിരിക്കുന്നവർ, ഒരു കുടുംബത്തിൻ്റെ താണിയായിട്ടൊക്കെ ഒരു പക്ഷേ ആയിരിക്കുന്ന രോഗികളായിട്ടുള്ളവരുണ്ടാവും. അങ്ങനെയുള്ള എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മറ്റെല്ലാ നിയോഗങ്ങളും ഇതിനോട് ചേർന്നിരിക്കട്ടെ. അവിടുത്തെ നോക്കിയവർ പ്രകാശിക്കും എന്നുള്ള വചനം സങ്കീർത്തനം നമുക്ക് ഓർക്കാം. അവനെ നോക്കിയവർ പ്രകാശിച്ചു, അവരുടെ മുഖം ലജ്ജിച്ചില്ല എന്നുള്ളതാണ്. നമുക്ക് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് സ്നേഹപൂർവ്വം നോക്കാം. ആ ദിവ്യകാരുണ്യത്തിലുള്ള പ്രകാശം നമ്മെ
കഴുകി ശുദ്ധീകരിച്ച് നമ്മുടെ ജീവിത പന്ഥാവിലെ ഓരോ ജീവിതാന്തസ്സിൻ്റെയും അതിൻ്റെ അനുസരിച്ച് ജീവിക്കുവാനുള്ള വലിയ കൃപ നമ്മളിലേക്ക് നിറയ്ക്കുകയും ചെയ്യട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.